ഹസൻ അഹ്ലു ബൈത്തിന്റെ പരമ്പര ഹസന വഴിയും ഹുസൈന് വഴിയും അല്ലാഹു ഈ ലോകത്ത് നിലനിർത്തി. ആ രണ്ടാമരിൽ ഒന്നാമൻ ഹസനും ഹുസൈനും. അതിൽ ഹസൻ ഒന്നാമത്തെ ഹസന്റെ കൂടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുട്ടി കളിക്കാൻ. ഹസനും കുട്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നതിൽ കുട്ടികൾക്കിടയിൽ ഒരു കശപിശുണ്ടായി. കശപിശുണ്ടായപ്പോൾ ഫാത്തിമ ബീവിയുടെ മകൻ അലി റളിയല്ലാഹു അൻഹുവിന്റെയും മകൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പേരക്കുട്ടി പൗത്രനായ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എടാ കുട്ടികളല്ലേ കളിച്ചോ പറഞ്ഞു. കശപിശുണ്ടായപ്പോ എടാ നീയും നിന്റെ ബാക്കി എന്റെ പിതാമഹന്റെ ദാസന്മാരല്ലേ എന്ന് പറയുന്നു. നീയും നിന്റെ ബാപ്പി എന്ന് പറഞ്ഞാൽ നീയും നിന്റെ ബാപ്പയായ ഉമർ എന്റെ പിതാമഹന്റെ എന്റെ ഉമ്മാന്റെ അപ്പന്റെ ദാസന്മാരല്ലടാ എന്ന് ചോദിച്ചു. കുട്ടി തമാശ പറഞ്ഞതാണ്. വിവരം പോയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്ന രാജ്യം ഭരിക്കുന്ന ഖലീഫയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മകനോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങളും നിങ്ങളുടെ മകനും ദാസന്മാരാണ്, എന്റെ വലിയ അപ്പാന്റെ ദാസന്മാരാണ്, എന്റെ ഉമ്മയായ ഫാത്തിമ ബീവിയുടെ ഉമ്മയാണ്, ആകാശഭൂമികളുടെ നായകനായ അല്ലാഹുവിന്റെ ദൂതനായ ആകാശഭൂമികൾ പടക്കപ്പെടാൻ കാരണഭൂതരായ മുഹമ്മദുൻ അഷ്റഫുൽ അറാബി വൽ മുഹമ്മദുൻ ഖൈറുമൻ യംശി അലാ ദമി മുഹമ്മദുൻ സിനതു ദുനിയാ വഹജതുഹാ മുഹമ്മദുൻ അഷ്റഫുൽ ഉമ്മത്തി വൽ ഉലമി. അത് തീർക്കണം. അലി റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഹസനെ വിളിക്കുന്നു, ഹസൻ എവിടെ വാ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? നീ ഇങ്ങനെ പറഞ്ഞോ? ആ ഞാനങ്ങനെ കളിച്ചപ്പോ പറഞ്ഞു ശരിയാ പറഞ്ഞു പോയി. അലി റളിയല്ലാഹു അൻഹു സാരില്ല കുട്ടികളല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പറഞ്ഞു, കുട്ടിയെ വിളിച്ചു, മോനെ ഹസനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ കുട്ടിയാ പറഞ്ഞ കാര്യം കടലാസിൽ എഴുതുന്നു. കുട്ടിയാ പറഞ്ഞ കാര്യം കടലാസിൽ എഴുതുമോ? നീയും നിന്റെ ബാപ്പയും നിന്റെ പിതാമഹന്റെ ദാസന്മാരാണ്, അതൊരു കടലാസിൽ എഴുതിത്തരുമോ? കടലാസിൽ എഴുതിത്തരുമോ? ആളുകളോട് വെച്ചിട്ട് രാജ്യം ഭരിക്കുന്ന ഖലീഫ ഈ കൊച്ചു കുട്ടിയോട് ചോദിക്കുകയാണ്, ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്. ഹസൻ റളിയല്ലാഹു അൻഹു കടലാസിൽ എഴുതി കൊടുത്തിട്ട് ആളുകൾ മദീനയിലെ മസ്ജിദിൽ തടിച്ചുകൂടിയ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങളോട് പറയുകയാണ്, ജനങ്ങളെ വരുവിൻ, എല്ലാവരും എന്റെ മുമ്പിൽ വന്നിരിക്കുവിൻ. സഹാബത്ത് മുഴുവൻ മസ്ജിദിൽ വന്നിട്ട് കൂടിയിരുന്നു. റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ പിറകെയുള്ള സംഭവമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ കടലാസ് ഉയർത്തി കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഇതിൽ എഴുതിയിട്ടുള്ളത് എന്തെന്നറിയുമോ? നീയും നിന്റെ ബാപ്പയും എന്റെ പിതാമഹന്റെ ദാസന്മാരാണ്. ഇത് എഴുതിയതാരെന്നറിയുമോ? റസൂലിന്റെ മകളുടെ മകനായ ഹസനാണ്. അതുകൊണ്ട് ജനങ്ങളെ ആഖിറത്തിൽ ഈ കടലാസിൽ എഴുതിയതിന് നിങ്ങൾ സാക്ഷി നിൽക്കണേ. ജനങ്ങളെ ഇങ്ങനെയായിരുന്നു സത്യമെന്ന് നിങ്ങൾ മഹ്ശറിൽ വിളിച്ചു പറയണേ. ഞാൻ റസൂലുള്ളാഹിന്റെ ദാസനായിരുന്നു, ഞാനൊരു അടിമ മാത്രമായിരുന്നു, ഞാൻ മറ്റൊന്നുമല്ല. ഈ കുഞ്ഞുമോനെ ഇത് വെറും കുട്ടികളുടെ കൈതമാശക്കടയിൽ പറയുന്നതല്ല. നാളെ എന്നെ വിചാരണക്കായിട്ട് മഹ്ശറിൽ അല്ലാഹു കൊണ്ടുവരുന്നവരും നിങ്ങളെല്ലാവരും കൂടി എഴുന്നേറ്റ് സാക്ഷി പറയണേ. ഈ ഉമർ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ദാസനായിരുന്നു, ക്രിസ്ത്യനായിരുന്നു, മുഹമ്മദ് റസൂലുള്ളാഹിന്റെ വേലക്കാരനായിരുന്നു. ഈ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിങ്ങൾ വിധികളെ ബഹുമാനം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുന്നത്? എങ്ങനെയായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് കണക്കാക്കിയത്? എന്റെ സഹോദരന്മാരെ, നമ്മൾ ശരിക്കും ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കണം. അതുകൊണ്ട് നമുക്ക് ഹബീബായ നബിക്ക് സലാം സലാം ജിസ്നെ सलाम जिसने बादशाही में
सलाम पर जिसने बेकसों की दस्तगीरी, सलाम पर जिसने बादशाही में फकीरी, सलाम पर मोहब्बत जिसने समझाए, सलाम पर जो मोहब्बत जिसने समझाए, सलाम पर जिसने आकर भूल जाए, सलाम पर जिसने आकर भूल जाए, सलाम पर जिसने പാവപ്പെട്ടവന്റെ കൈപിടിച്ചുയർത്തിയ നബിയെ അങ്ങേക്ക് സലാം, പാവപ്പെട്ടവന്റെ കൈപിടിച്ചുയർത്തിയോരുടെ മേൽ സലാം, സലാം पर जिसने बादशाही में फकीरी, ഭരിക്കാനും രാജാവാകാനും അവസരം കിട്ടിയപ്പോഴും ഫക്കീറായി ജീവിച്ചതാരോ അവിടുത്തെ മേൽ ഞങ്ങളുടെ സലാം. ഭരിക്കാൻ അവസരം കിട്ടി, രാജ്യം ഭരിക്കുന്നു, വലിയ വലിയ സാമ്രാജ്യങ്ങളെ വെട്ടിപ്പിടിക്കുന്ന രാജാക്കന്മാർ നേടിയതിനേക്കാൾ വലിയ സ്ഥാനം ലഭിച്ചു. എന്നിട്ടും ഫക്കീറായിട്ടാണ് ജീവിച്ചതെങ്കിൽ ആ നബിയുടെ മേലും എന്റെ സലാം. സലാം ആരാണോ മുഹമ്മദിന്റെ രഹസ്യങ്ങൾ, അല്ലാഹുവിനോടുള്ള പ്രേമത്തിന്റെ രഹസ്യങ്ങൾ ആരാണോ വെളിവാക്കി തന്നത് അവർക്കും നമ്മുടെ സലാം. സലാം ആരാണോ മുറിവുണ്ടായിട്ടും വേദനകൾ അനുഭവിച്ചിട്ടും ഒരുപാട് വേദനകളുടെ മുറിവുകൾ ഏറ്റെടുക്കേണ്ടി വന്നിട്ടും ആരാണോ ഭൂമിനെ പോലെ പുഞ്ചിരിച്ചത് അവരുടെ മേൽ സലാം, അവരുടെ മേൽ സലാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. തായിഫിൽ കല്ലേറ് കിട്ടിയപ്പോഴും പുഞ്ചിരിയാണ്, ഉഹദിൽ പല്ല് താഴെ വീണപ്പോഴും പുഞ്ചിരിയാണ്, ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിൽ ചാർത്തിയപ്പോഴും പുഞ്ചിരിയാണ്, പൊടിമുടി തലയിൽ വാരി വലിച്ചെറിഞ്ഞപ്പോഴും പുഞ്ചിരിയാണ്, യഹൂദരുടെ മുഖത്തേക്ക് എറിഞ്ഞ് തുപ്പിയപ്പോഴും പുഞ്ചിരിയാണ്, എതിർപ്പുകളൊന്നു വന്നപ്പോഴും പുഞ്ചിരിയാണ്. അതുകൊണ്ട് സലാം ആരാണോ വേദനകൾക്കിടയിലും പൂവിനെ പോലെ പുഞ്ചിരിച്ചത് അവരുടെ സലാം. സലാം